എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് 7 ജില്ലകളിൽ കുട്ടിക്കലാശം, 7 ജില്ലകളിൽ വോട്ട് ചെയ്തു. അപ്പോൾ വലിയ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഉത്സവത്തിൻ്റെ മറ ഒരിടത്ത് വീഴുന്നു, ഒരിടത്ത് മറ ഉയരുന്നു. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് കഴിഞ്ഞു. ഇനി അടുത്ത 7 ജില്ലകളിലെ ഇത് വോട്ടിടുന്ന കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ജനാധിപത്യ ഉത്സവം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെയും അതുപോലെ നമ്മുടെ ജനങ്ങളെയും നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് വലിയൊരു സംഭവം നമ്മൾ നടന്നു. 7 ജില്ലകളിൽ വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആദ്യം പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് എന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതുവരെ 70%-ലേറെ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നുചെല്ലുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മികച്ച ആത്മവിശ്വാസമെന്ന് LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDFന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തുണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കും. BSP സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് EVM-ൽ രേഖപ്പെടുത്തിയില്ലെന്ന പരാതിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപടി. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തെക്ക് ഭാഗം എന്നുള്ള പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ റീപോളിങ്ങിന് ഉത്തരവായിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ മറ്റ് 7 ജില്ലകളിലെ പോളിംഗ് നടക്കുന്നതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനിലെ റീപോളിംഗ് നടക്കുന്നതാണ്. തിരുവനന്തപുരം അരുവിക്കര അഴീക്കോട് ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ 2 പേരെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഇവർ കള്ളവോട്ട് ചെയ്തില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ വോട്ടെടുപ്പിനിടെ തർക്കമുണ്ടായി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിച്ചു. തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കണ്ണന്താട് പറഞ്ഞ SKN കള്ളൻ പറഞ്ഞു ഭരിച്ചിട്ട് പോക്കളഞ്ഞെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് ചില യാത്രകളൊക്കെ ആവശ്യമുണ്ടല്ലോ. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് ദിവസമായി കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആകെ 2 ദിവസത്തിലെ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ഉടനെ നേരെ നമ്മളിങ്ങ് ഫ്ലോറിൽ കയറി ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇനി വിശ്രമിക്കേണ്ടെന്ന് വിചാരിച്ച് നേരെ പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. എല്ലാവർക്കും നമ്മൾ വന്നത് നന്നായി നമസ്കാരമൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ അവരുടെ സ്വന്തം ഒരാളെ പോലെ കാണുന്നു എന്നറിയുമ്പോൾ അത് കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നു, കൂടുതൽ ഉത്തരവാദിത്വം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റു വാർത്തകളിലേക്ക്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ടയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കരയിലും കൊല്ലം കരുനാഗപ്പള്ളിയിലും ഇടക്കൊച്ചിയിലും കോട്ടയത്തും കള്ളവോട്ട് ആരോപണം ഉയർന്നു.
വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകളിൽ നിന്ന് സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊല്ലത്ത് നിന്ന് മനീഷ് മഹിപാൽ, പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, ആലപ്പുഴയിൽ നിന്ന് അശ്വൻ പാലാഴി, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ. എല്ലാവർക്കും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. ഗുഡ് ഈവനിങ്. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്തേക്ക് റിനു ശ്രീധർ ചേരുന്നു. റിനു, എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരം? എസ്കെൻ, തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് പൊതുവെ എങ്കിൽ പോലും സമാധാനപരമായിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ വഞ്ചൂർ വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിനിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. LDF അതുപോലെ തന്നെ BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യാൻ എത്തി, ഇവർ കള്ള വോട്ട് ചെയ്യാൻ എത്തിയെന്ന് BJP ആരോപിക്കുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് ഈ സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത്. പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ വോട്ടർ പട്ടികയിൽ ഇവർക്ക് പേരുണ്ട് എന്നുള്ളത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. തെറ്റുപറ്റിയതാണെന്ന് BJP സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 70% വോട്ട് തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. 70.02% തിരുവനന്തപുരം ജില്ലയിൽ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ 56.72% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയിലേക്ക്, അതായത് മുനിസിപ്പാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 68, നെടുമങ്ങാട് 70, വർക്കല 66, നെയ്യാറ്റിൻകര 69 ഇങ്ങനെയാണ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അന്തിമ കണക്കല്ല. അന്തിമ കണക്ക് 9 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിരവധി VIP വോട്ടർമാർ ഉണ്ടായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം വഴയിലയിൽ ഒരു CPM നേതാവിൻ്റെ സഹോദരൻ കള്ള വോട്ട് ചെയ്യാൻ ശ്രമിച്ച് തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മറ്റ് എല്ലാ രീതിയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ സമാധാനപരമായിരുന്നു തിരുവനന്തപുരം ജില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. SKN. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്തേക്ക് മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചെയ്തു. മനീഷ്, അവിടെ എങ്ങനെയായിരുന്നു വിധി ദിനം? അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന ദിവസം കൂടുതൽ പോളിംഗ് നടന്നു, പൊതുവെ ആൾക്കാർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയോ? എന്തൊക്കെയാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ? SKN, പത്തനംതിട്ട കഴിഞ്ഞാൽ കുറവ് പോളിംഗ് ശതമാനമുള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഒരു കണക്കെടുത്താൽ അതായത് 2020 കൊല്ലം ജില്ലയിൽ 69.2 രേഖപ്പെടുത്തിയത്. ക്ഷമിക്കണം, 73.51 രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതുവരെ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് 69.2 അത് കുറവാണ്. പക്ഷേ ഇനിയും പൂർണ്ണമായ കണക്കുകൾ ഏകദേശം 8 മണിക്ക് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. 6 മണിക്ക് ഇത് നിർത്തുന്ന സമയത്ത്, അതായത് പോളിംഗ് നിർത്തുന്ന സമയത്തുള്ള കണക്കാണ്. പിന്നീട് മറ്റ് സാങ്കേതിക തടസ്സങ്ങളും പിന്നീട് ഈ ടോക്കൺ നിന്ന് ആളുകൾ വോട്ട് ചെയ്തടക്കമുള്ള കണക്കുകൾ വരാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ തവണ 2020 അടുത്ത് നിൽക്കുന്ന ഏകദേശം 73% അല്ലെങ്കിൽ 75% താഴെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിലാണ്, നഗരത്തിനേക്കാൾ കൂടുതൽ ഗ്രാമങ്ങളിലാണ്. കോർപ്പറേഷനിൽ താരതമ്യേന കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കോർപ്പറേഷനിൽ കുറവാണ്. കാരണം നഗരത്തിൽ കുറവും ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയ പോളിംഗുമാണ്. ഇന്ന് ഉച്ചവരെയുള്ള കണക്കെടുക്കുമ്പോൾ മാത്രമായിരുന്നു നഗരത്തിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നഗരങ്ങളിൽ വലിയ കുറവ് കാണുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ കൊല്ലത്തുന്നുണ്ടായത്. പ്രധാനമായി 8 ഇടങ്ങളിൽ ഈ കള്ളവോട്ട് ആരോപണം ഉണ്ടായി. പക്ഷേ കള്ളവോട്ട് ആരോപണങ്ങളിൽ കള്ളവോട്ട് എവിടെ രേഖപ്പെടുത്തിയില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പിന്നീട് വ്യക്തമാക്കി. പക്ഷേ അതിലൊക്കെ തന്നെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 6 ഇടങ്ങളിൽ സാങ്കേതിക പ്രശ്നം മൂലം, VVPAT മെഷീൻ അടക്കമുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറേ അധികം സമയം തടസ്സപ്പെട്ടു. പിന്നീട് അത് പരിഹരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും 1 ഡസനോളം നേതാക്കളുള്ള പ്രധാനപ്പെട്ട ജില്ലയാണ് KN ബാലഗോപാൽ, അതേപോലെ തന്നെ M മുകേഷ് MLA, NK പ്രേമചന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട, ഗണേഷ് കുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രി അടക്കമുള്ള നേതാക്കളുള്ള ജില്ലയാണ്. അവരൊക്കെ തന്നെ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും കൊല്ലം ജില്ലയിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണ്. നമുക്ക് അടുത്ത മിനിറ്റുകളിൽ ഏകദേശം മൊത്ത കണക്കുകൾ എത്രത്തോളം വരും, അത് ഏകദേശം 73% ആയിരിക്കും മൊത്തം കണക്ക്. കൊല്ലം കോർപ്പറേഷനിലെ കണക്കെടുക്കുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ ഇതുവരെയുള്ള കണക്ക് 72% SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, കൊച്ചി അവിടങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. നമുക്ക് മറ്റൊരു സ്റ്റോറി കൂടി കൊടുക്കാനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിച്ച പ്രമുഖ നേതാക്കൾ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിരുവനന്തപുരം ജവഹർ നഗറിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മുൻ മുഖ്യമന്ത്രി AK ആന്റണി ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ വോട്ട് ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തിരുവനന്തപുരം ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിലായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് വോട്ട്. ഗവർണർ കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തി. I wish all the voters should come, not only here, throughout our state, and they should have their democratic right exercised in a very nice way. That is a part of and beauty of our democracy. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടുംബസമേതമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി വോട്ട് ചെയ്യാനെത്തിയത്.
ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം. ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരം സംസ്കൃത കോളേജിലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വട്ടിയൂർക്കാവ് സെന്റ് ജോൺസ് UP സ്കൂളിലും വോട്ട് ചെയ്തു. വിവിധ മന്ത്രിമാരും വോട്ട് രേഖപ്പെടുത്തി. പരുക്കേറ്റ് വിശ്രമത്തിലായിരുന്ന മുതിർന്ന CPIM നേതാവ് G സുധാകരൻ ആലപ്പുഴ പുന്നപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലായിടത്തും ത്രികോണ മത്സരം തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടി വാർഷികയിൽ ത്രികോണ മത്സരം നടക്കുന്നു. ത്രികോണ മത്സരം നടക്കുന്നതും LDFന് അനുകൂലമായിട്ട് വരുന്നു. പറവൂർ നഗരസഭയിലെ കേസരി കോളേജിലെ ബൂത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന് വോട്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഡോക്ടർ ശശി തരൂർ MPക്ക് വോട്ട്. മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളമാവണത്. പാതയുടെ സ്ഥിതിയിൽ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷന് മാലിന്യം എല്ലാവരുടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. ആലപ്പുഴ മണ്ണാറശാല ഗവൺമെന്റ് UP സ്കൂളിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്തു. പത്തനംതിട്ട അടൂരിലായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന് വോട്ട്. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ, മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ തിരുവനന്തപുരം ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തു. ജോസ് കെ മാണി MP പാല അൽഫോൺസ കോളേജിലും PJ ജോസഫ് തൊടുപുഴ പുറപ്പുഴയിലും NK പ്രേമചന്ദ്രൻ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലും വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ഇനി പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷിജു കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഷിജോ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വർത്തമാനങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ സമാധാനപരമായിരുന്നു കാര്യങ്ങൾ? ഗുഡ് ഈവനിങ്. പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 12ലധികം പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തൽ. എന്നാൽ തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു പോളിംഗ് പ്രക്രിയയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിന് എടുത്തു കാണേണ്ട ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ 2015-ലും 2020-ലും ഉണ്ടായ പോളിംഗിന്റെ അത്രത്തേക്ക് ഇത്തവണ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2015-ൽ ഏതാണ്ട് 75-72% മുകളിലേക്ക് പോളിംഗ് പോയിരുന്നുവെങ്കിൽ അതായത് 2020-ലേക്ക് വരുമ്പോൾ 69 എത്തിയിരുന്നു. എന്നാൽ 2025-ലേക്ക് വരുമ്പോൾ അത് വെറും 66.78% മാത്രമാണ് നിലവിൽ ലഭ്യമായ കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ഒരു ശതമാന കണക്ക്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന വ്യാപകമായിട്ടുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെയായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അന്ന് 69% ഇതുവരെ ലഭ്യമായ കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ 66.78% കണക്ക് വോട്ട് മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ അന്തിമമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാകും. അതുപ്രകാരം അങ്ങനെ കൂടി കണക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞത് പരമാവധി 68% മാത്രം പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ പോലും സംസ്ഥാന വ്യാപകമായിട്ട് നിലവിൽ 7 ജില്ലകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. ആ 7 ജില്ലകളിൽ ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് എന്നുള്ള ഒരു കണക്കിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലേക്കായിരിക്കും അവസാന ഘട്ടത്തിലേക്ക് പോവുക. പക്ഷേ എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ മുതൽ തന്നെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു മലയോര ജില്ലയാണ്. മലയോര മേഖല നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ രാവിലെ മുതൽ ഏതാണ്ട് രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 11:30 വരെ വലിയ നീണ്ട നിര ഓരോ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങേയറ്റം ഒരു ആളുകളില്ലാത്ത വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുള്ളത്. താങ്ക് യു ഷിജോ കുര്യൻ. പത്തനംതിട്ട ഷിജോ കുര്യനാണ് ചേർന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഷിജോ നമ്മുടെ പട്ടാളത്തിൽ പുതിയതായി ചേർന്ന ആളാണ്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലേക്ക് പോയത്. ഇനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, കോട്ടയം ശരിക്കും വാശിയേറിയ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നീങ്ങിയത്. പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ? ഗുഡ് ഈവനിങ് SKN. എന്തായാലും SKN പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും ഒടുവിൽ നടന്നത് SH മൗണ്ടിലെ കോട്ടയം നഗരസഭയിലെ 8ാം വാർഡിൽ ഒരു ചെറിയ സംഘർഷം, ഒരു വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുണ്ടായത് അയ്മനത്താണ്. അവിടെ വോട്ടിംഗ് യന്ത്രം ലേറ്റ് ആയത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി. ഇതൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് കോട്ടയത്തും
നിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസുകാർ നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു ജില്ലയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വലിയൊരു പോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. 2020 ഏകദേശം 73.77% പോളിംഗ് ശതമാനമെങ്കിൽ അതിൽ നിന്നും താഴേക്ക് പോന്നിരിക്കുന്നു. 70.9% പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അത് 2025 78% ഓർക്കുകയും വേണം. എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈരാറ്റുപേട്ട നഗരസഭ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. 85% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. നേരെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വൈക്കം മേഖലകളിൽ വൈക്കം നഗരസഭയിലടക്കം 79% പോളിംഗ് ഉയർന്നു. ഈ 2 സ്ഥലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. 6 നഗരസഭകളിൽ ഈ 2 നഗരസഭകളിൽ മാത്രമാണ് പോളിംഗ് ശതമാനം ഉയർന്നു എന്നത്. പഞ്ചായത്ത് തലത്തിൽ നോക്കുകയാണെങ്കിലും സമാനമായ രീതിയിൽ പോളിംഗ് ശതമാനം 60-70 ഇടയ്ക്കാണ് മിക്ക സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനമുള്ളത്. അപ്പോൾ കാര്യമായിട്ട് രാവിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചത് വലിയൊരു പോളിംഗിലേക്ക് പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഏതാനും ചില മാറ്റങ്ങൾ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. സ്കെയിൽ എന്തായാലും 70% എന്നതിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം വന്നു നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസണാണ് ചേർന്ന്. ഇടുക്കിയും കൊച്ചിയും കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടൻ മമ്മൂട്ടിക്ക് ഇക്കുറിയും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ കോടതി കുറ്റമുക്തനാക്കിയ നടൻ ദിലീപ് ആലുവയിൽ വോട്ട് രേഖപ്പെടുത്തി. ഉച്ചയോടെയാണ് ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ ബൂത്തിൽ നടൻ ദിലീപ് വോട്ട് ചെയ്യാനെത്തിയത്. തിരക്കുകൾ മാറ്റിവെച്ച് വോട്ട് ചെയ്യാനെത്താറുള്ള മമ്മൂട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. താമസം മാറിയതിനാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നിയമസഭയിലും ലോക്സഭയിലും മമ്മൂട്ടി വോട്ട് ചെയ്തിരുന്നു. തൊടുപുഴ നഗരസഭയിലെ കുമ്മൻകലിലായിരുന്നു ആസിഫ് അലിക്ക് വോട്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സുഹൃത്തുക്കളെന്ന നടൻ. അതെ, ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ്. എൻ്റെ കൂടെ കളിച്ചു വളർന്നവരാണ് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളും എല്ലാവരും വളർന്നെന്നും മെച്ചോർഡായെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത്. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും തിരുവനന്തപുരം ജവഹർ നഗറിൽ വോട്ട് ചെയ്തു. എറണാകുളം പടമുകളിലായിരുന്നു നടനും സംവിധായകനുമായ ലാലിന് വോട്ട്. നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ കൊച്ചി കടവന്ത്ര സെന്റ് ജോസഫ് സ്കൂളിൽ വോട്ട് ചെയ്തു. പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ്. കാരണം അധിക നേരം ക്യൂവിൽ നിൽക്കാതെ അധികം വെയിൽ കൊള്ളാതെ വോട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. നടനും MLA-യുമായ M. മുകേഷ് കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് SNDP സ്കൂളിൽ വോട്ട് ചെയ്തു. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ഇനി ആലപ്പുഴ ജില്ലയിൽ എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, പറയൂ. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 77.26% ആലപ്പുഴയിലെ ആകെ വോട്ടിംഗ് ശതമാനം. അത് ഇത്തവണ 3 പോയിന്റിലധികം കുറഞ്ഞ് 3% കുറഞ്ഞ 73.76 ആയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിൽ 2ാം സ്ഥാനത്താണ് പോളിംഗ് ശതമാനത്തിൽ ആലപ്പുഴ ജില്ലയുള്ളത്. ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്നടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ മുന്നണികളിൽ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വന്നാൽ മണ്ണഞ്ചേരിയാണ് ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റായി ഇന്ന് കണക്കാക്കാനുള്ളത്. അതായത് BSP സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടിംഗ് മെഷീനിൽ കൃത്യമായി തെളിഞ്ഞില്ല എന്നുള്ള ഒരു പരാതിയുടെ പേരിൽ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 5ാം വാർഡിൽ റീപോളിംഗിന് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. റീപോളിംഗ് മറ്റന്നാൾ മറ്റ് 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൂടെ ആ റീപോളിംഗ് കൂടി നടക്കുമെന്നുള്ളതാണ് മണ്ണഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് രാമങ്കരിയാണ്. CPI-CPM മത്സരം നേർക്കുനേർ നടന്ന മുന്നണി ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് രണ്ടുപേരും നേർക്കുനേർ മത്സരിച്ച പഞ്ചായത്താണ്. അവിടെ ഇക്കുറി പോളിംഗ് ശതമാനം 4% കുറഞ്ഞു എന്നുള്ളതാണ്. ആ കുറവ് ആർക്ക് അനുകൂലമാകുമെന്നുള്ള ചർച്ച പ്രധാനമാണ്. അത് CPI പിടിച്ചോ അതോ CPM വോട്ടുകൾ പിടിച്ചോ, അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് ആ വോട്ടുകൾ മാറിയോ, ഈ മുന്നണി ബന്ധം പിരിഞ്ഞതിനെ തുടർന്ന് അങ്ങനെ ഒരു വോട്ട് വിഭജനം ഉണ്ടായോ എന്നടക്കമുള്ള ചർച്ചകൾ സജീവമാണ്. അത് രണ്ടാമത്തെ വിഷയം. അതിനപ്പുറത്തേക്ക് ഇന്ന് വോട്ടിംഗ് പലയിടങ്ങളിലും വൈകിയാണ് നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കായംകുളം നഗരസഭയാണ്. കായംകുളം നഗരസഭയിലെ 6ഓളം ബൂത്തുകളിൽ വൈകുന്നേരം രാത്രി 7:30 വരെ പോളിംഗ് നീണ്ടു എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. അവിടെ 7:30 വരെയാണ് പോളിംഗ് നീണ്ടത്. എപ്പോഴും പോളിംഗ് ശതമാനത്തിൽ അവസാനത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ 6% കുറവാണ് എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായ സാഹചര്യത്തിൽ പലരും വോട്ട് ചെയ്യാതെ മടങ്ങി എന്നുള്ളതാണ് മുന്നണികൾ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും
അങ്ങനെ പല നാടകീയ സംഭവങ്ങളും അരങ്ങേറിയ ഒരു ദിവസമായിരുന്നു ആലപ്പുഴയിലെ പോളിംഗ് ദിനം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3% പോളിംഗ് കുറവുമാണ് SKN ആലപ്പുഴ. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ SS കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് എൻ്റെ ഇമെയിൽ ID ചോദിച്ചിട്ട് സുധീർ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. സുധീറെ ce@24news.com ചീഫ് എഡിറ്റർ എന്നുള്ള ce@24news.com 24 News ഈസ് വൺ വേർഡ്. അപ്പോൾ അത് അയച്ചോളൂ. താങ്കൾക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ മറ്റു ജില്ലകളിൽ നടന്ന വോട്ട് ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പിഴകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നറിയാൻ കൊച്ചിയും ഇടുക്കിയും ബാക്കിയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ മറ്റു വാർത്തകൾ നമ്മൾ പരിശോധിക്കും. ഇടവേള ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. അലി അക്ബർ പറഞ്ഞ SKN 24 വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. കേസും അതുപോലെ ഇലക്ഷനും ഒക്കെ ആയിട്ട് ആകെ ബഹളം. എന്തായാലും അടുത്ത ജനുവരിയിലൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഈ പോയിന്റ് മുന്നിൽ നിൽക്കുന്ന 50 പേരെ അന്വേഷിക്കാൻ മറക്കരുത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കുന്നവരെല്ലാം നമ്മൾ കൂടെ നിർത്തും, പിന്നിൽ നിൽക്കുന്നവരെ നമ്മൾ കൂടെ നിർത്തും. ഇനി ഇടുക്കിയിൽ നിന്ന് വോട്ടെടുപ്പ് ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാൻ രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. രാഹുൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. വലിയ കുഴപ്പമില്ലാതെ ഇടുക്കിയിലെ കടന്നുപോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2020 74.6% പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ അത് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പരമാവധി 72% വരെ പോളിംഗ് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാതെ, ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. രാവിലെ ഈ പോളിംഗ് തുടങ്ങിയ സമയത്ത് വണ്ടിപ്പെരിയാർ, അതുപോലെ തന്നെ കരുണാപുരം, നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ 10ഓളം ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുകയും പിന്നീട് ഉണ്ടായിരുന്ന വോട്ടിംഗ് മെഷീനിലെ തകരാറുകൾ പരിഹരിച്ച് വോട്ടിംഗ് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ടുണ്ടായില്ല. പിന്നീട് വൈകിട്ട് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് വട്ടവട കോവിലൂരിൽ ചെറിയ തോതിൽ CPI അതുപോലെ തന്നെ BJP പ്രവർത്തകർ തമ്മിൽ നേരിയൊരു സംഘർഷമുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ വട്ടവടയിൽ ഹർത്താലിന് BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഹർത്താലിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും പൊതുവെ നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിലാണെങ്കിലും താരതമ്യേന വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റ് ജില്ലകളിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. സാമാന്യ ഭേദപ്പെട്ട പോളിംഗ് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ ഉച്ചയോടുകൂടി ആളുകളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വൈകിട്ടോടുകൂടി പരമാവധി എത്തുന്ന ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് 3 മുന്നണികളും, LDF-ഉം UDF-ഉം NDA-യും ഭൂപ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ വലിയ തരത്തിൽ പ്രചരണം നടത്തിയത്. അത് ആളുകളിലേക്ക് ഏത് വിധത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു, എത്രത്തോളം ആളുകളിലേക്ക് ഏത് മുന്നണിക്ക് എത്തിക്കാൻ വിജയകരമായിട്ട് കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണത്തെ വിധി ഉണ്ടാവുകയും ചെയ്യുക. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ഇപ്പോൾ ഒരു വാർത്ത ഗൂഗിൾ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. തരൂർ തോണിപ്പാടം കുണ്ടുകാട് ജംഗ്ഷനിൽ കലാശക്കൊട്ടിനിടെ UDF പ്രവർത്തകർ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിൽ നിന്ന് ഡൈവ് ചെയ്ത് പരിപാടി നടത്തി പരിക്കേറ്റുവെന്നാണ് വിവരം. അപ്പോൾ അതാണ് പ്രശ്നം. ഹരിഗോവിന്ദ് പറയുന്നത് 7 ജില്ലകളിൽ വോട്ടെടുപ്പ്, 7 ജില്ലകളിൽ കുട്ടിക്കലാശം, 7ന്റെ അഴകിൽ നേരഴകിൽ 24-ഉം ആകെ ഒരു 7ന്റെ കളിയാണല്ലോ SKN. 7ആണ് നമ്മുടെ സംഭവം, 7 എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, എറണാകുളം ജില്ലയിൽ പൊതുവെ സ്ഥിതി എങ്ങനെയായിരുന്നു? വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോളിംഗ് ശതമാനം എങ്ങനെയുണ്ടായിരുന്നു? SKN ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആ ഒരു സമയത്ത് കണ്ടിട്ടുള്ള ആവേശം അത് ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും എറണാകുളത്ത് ദൃശ്യമായി. രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഉയർന്ന് കണ്ടു. എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല തിരക്ക് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് വരുമ്പോൾ ഇതുവരെ, അതായത് 7:30 വരെ 74.51% എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിക്കുന്നത്. കഴിഞ്ഞ തവണ 2020 77% എറണാകുളത്ത് ടോട്ടലായിട്ടുള്ള കണക്ക്. അപ്പോൾ ഒരു 3% കുറവ് നിലവിലുണ്ട്. പക്ഷേ അത് അടുത്തതിലൊരു അപ്ഡേറ്റ് വരുമ്പോൾ അത് മാറും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെതിൽ 62% കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം. ഇപ്രാവശ്യവും 62 തന്നെയാണ്. അതായത് വലിയൊരു ശതമാനത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റികളിലേക്ക് പോകുമ്പോൾ അത് 80%, അത് മൂവാറ്റുപുഴയിൽ ഏറ്റവും കൂടുതലുണ്ട്. നോർത്ത് പറവൂരിൽ 78%, ബ്ലോക്കിൽ വാഴക്കുളത്ത് 81%. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. 2 സ്ഥലത്ത്, അതായത് പള്ളുരുത്തിയിലെ 2 സ്ഥലത്ത് കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി വന്നു. അതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിറവത്ത് ഒരു പഞ്ചായത്തിന്റെ
വാർഡിൽ അവിടത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന CS ബാബു ഇന്ന് രാവിലെ അന്തരിച്ചു. ആ പ്രദേശത്തെ വോട്ടെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ബ്ലോക്കിലേക്കും മറ്റ് ഡിവിഷനിലേക്കുമുള്ള വോട്ടെടുപ്പ് അവിടെ നടക്കുകയും ചെയ്തു. പൊതുവെ സമാധാനപരം തന്നെയായിരുന്നു എറണാകുളത്തെ പൊതുവായിട്ടുള്ള ഒരു ചിത്രം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഈ വൈകുന്നേരം കിഴക്കമ്പലത്ത് അവിടുത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരെ LDF UDF പ്രവർത്തകർ മർദ്ദിക്കുകയും അവിടുന്ന് കയ്യേറ്റത്തിനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും പിന്നീട് പോലീസ് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 2020യും CPM-ഉം തമ്മിലുള്ള ഒരു വാക്പോരിലേക്ക് ആ ഒരു വിഷയം മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ പൊതുവെ അങ്ങനെ ആവേശത്തോടു കൂടി തന്നെ ഈ വോട്ടെടുപ്പ് എറണാകുളത്തും പൂർത്തിയായി. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. 7 ജില്ലകളിൽ വോട്ടെടുപ്പും 7 ജില്ലകളിൽ കുട്ടിക്കലാശവുമായിരുന്നു. കുട്ടിക്കലാശത്തിൻ്റെ കുറേ അധികം വാർത്തകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. വളരെ വർണ്ണാഭമായിരുന്നു കുട്ടിക്കലാശം. ഇപ്പോൾ ദീപക് തർമ്മണം കൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കുട്ടിക്കലാശത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നാണ്, വാരിയല് പൊട്ടിയിട്ടുണ്ടെന്നാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ദീപക് തർമ്മട നമുക്കൊപ്പം ചേരും. ഇപ്പോൾ മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത വരുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ 7 നില കെട്ടിടത്തിന് തീപിടിച്ച് 20 പേർ മരിച്ചു. തലസ്ഥാനമായ ജക്കാർത്തയിലാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ 24 സ്ക്രീനിൽ കാണുന്നത്. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ജിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തീയണക്കാൻ കഴിഞ്ഞോ? തീയണക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ തീപിടുത്തം ജക്കാർത്തയിൽ ഉണ്ടാകുന്നത്. 7 നില കെട്ടിടത്തിലെ ആദ്യ നിലയിൽ 1-ാം നിലയിലാണ് ആദ്യമായി തീ പടരുന്നത്. ഉച്ച സമയമാണ്. അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തീ പടരുന്നത്. ടെറാ ഡ്രോൺ എന്ന് പറയുന്ന ഒരു ഡ്രോൺ കമ്പനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണിത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് ഈ അഗ്നിബാധ ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അഗ്നിബാധ മറ്റ് നിലകളിലേക്ക് പടരുകയായിരുന്നു. പിന്നീട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. മരണസംഖ്യ 20-ൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 22 കഴിഞ്ഞിരിക്കുന്നു. 20ഓളം പേരെ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആളുകൾ പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലാഡർ ഉപയോഗിച്ച് മുകളിലെ നിലകളിൽ നിന്ന് താഴേക്കിറങ്ങുന്ന സാഹചര്യമാണ് ജക്കാർത്തയിൽ ഉണ്ടായത്. വലിയൊരു തീപിടുത്തമാണ്. ഇപ്പോഴും തീയണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മരണസംഖ്യ എങ്ങനെ ഉയരും, എവിടെ എത്തുമെന്ന തരത്തിൽ എന്ന കാര്യത്തിൽ ഒരു തിട്ടവും ഈ അധികൃതർക്കൊന്നും ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. 20-ലധികം പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. ടെറാ ഡ്രോൺ ഇന്തോനേഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ 7 നില കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കമ്പനിയിലെ ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലിയ അഗ്നിബാധയായി മാറുന്നു. മരിച്ചവരിൽ ഒരു ഗർഭിണിയായ സ്ത്രീ കൂടി ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ 14 സ്ത്രീകളോളം ഉൾപ്പെടുന്ന 20-ലധികം ആളുകളാണ് മരിച്ചത്. ഓക്കെ, ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്തോനേഷ്യ തലസ്ഥാനമായ ജക്കാർത്ത തീപിടുത്തം ഉണ്ടായി എന്നാണ്. മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജയശങ്കർ ഒരു കാര്യം പറയുന്നു. ഈ അടുത്ത സമയത്തായിട്ട് താങ്കൾ പ്രസംഗിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ കുറേ കാലമായി ഈ പ്രസംഗം നടത്താൻ പോകുന്ന സ്ഥലത്തൊക്കെ കുഞ്ഞൻ നമ്പ്യാരുടെ ഒരു വേഷം കെട്ടായിരുന്നു എനിക്ക്. ഞാൻ കുറച്ച് തമാശയൊക്കെ പറയും, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിച്ച് മടങ്ങിപ്പോരും. പക്ഷേ അതേസമയം ഈ തീച്ചൂള പോലെ ചില കാര്യങ്ങൾ ഉള്ളിൽ കടന്ന് പുകയുമ്പോൾ നമ്മൾ എന്തിനാണ് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ചില അപ്രിയമായ സത്യങ്ങൾ ഞാൻ പറയുന്നതും. ഈ അപ്രിയമായ സത്യങ്ങൾ കേട്ട് ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അമ്പരപ്പും വേദനയൊക്കെ ഉണ്ടാകും. അത് പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പരസ്യപ്രചാരണത്തിന് കുട്ടിക്കലാശം. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. കുട്ടിക്കലാശത്തിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷമുണ്ടായി. അതിൻ്റെ വാർത്തകളിലേക്ക്. വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശക്തിപ്രകടനത്തിലായിരുന്നു മുന്നണികൾ. നേതാക്കളും സ്ഥാനാർത്ഥികളും പങ്കെടുത്ത റോഡ് ഷോയും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. 1 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിലൂടെ പാലക്കാട്, മണ്ണാർക്കാട്, തെങ്കര, ആനമുളിയിൽ UDF LDF സംഘർഷമുണ്ടായി.
മലപ്പുറം പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോഴിക്കോട് ഒഞ്ചിയത്ത് കലാശക്കൊട്ടിനുടെ RMB CPM പ്രകടനങ്ങൾ മുഖാമുഖം വന്നത് സംഘർഷാവസ്ഥയുണ്ടാക്കി. കാരശ്ശേരിയിൽ LDF പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ BJP LDF പ്രകടനങ്ങൾ UDF പ്രവർത്തകർ തടഞ്ഞതായി പരാതി ഉയർന്നു. 470 ഗ്രാമപഞ്ചായത്തുകളും 47 നഗരസഭകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 39,014 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1 കോടിയിലേറെ വോട്ടേഴ്സ് രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിക്കുമ്പോൾ പ്രതീക്ഷയോടെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ ആയിരിക്കും. നിശബ്ദ പ്രചാരണ ദിവസമായ നാളെ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് മുന്നണികളെല്ലാം. മലബാറിൻ്റെ പൊതുവെയുള്ള ചിത്രവും അതുപോലെ ഈ KPCC സെക്രട്ടറിക്ക് അപകടം പറ്റിയതിൻ്റെ വാർത്തയൊക്കെ ആയിട്ട് ദീപക് തർമ്മണ നമുക്കൊപ്പം ചേരും. അതുപോലെ കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ്, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, തൃശ്ശൂരിൽ നിന്ന് ആൻമരിയ സണ്ണി, കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ്, പാലക്കാട് നിന്ന് ഗൂഗിൾ K വേണുഗോപാൽ, അതുപോലെ കാസർഗോഡ് നിന്ന് അരുൺ പാറകിലും മലപ്പുറത്ത് നിന്ന് സബീർ ബിൻകാരിയും കൂടി ചേരുമ്പോൾ നമ്മുടെ പട്ടാളം വടക്കൻ കേരളത്തിൽ പൂർണ്ണമാകും. ആദ്യം ദീപക് തർമ്മണത്തിലേക്ക്. ദീപക്, ആദ്യം നമ്മുടെ KPCC സെക്രട്ടറി K ജയന്തിൻ്റെ വാരിയിൽ പൊട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യം പറയൂ. SKN പൊടുന്നനെയാണ് ഈ അപകടം നടന്നത്. ഞങ്ങളെല്ലാം തന്നെ പാളയത്ത് പ്രചരണ കൊട്ടിക്കലാശം, അതായത് UDFൻ്റെയും LDFൻ്റെയും BJPയുടെയും എല്ലാം കൊട്ടിക്കലാശം വലിയ രീതിയിൽ ശബ്ദമാനമായി നടക്കുകയായിരുന്നു. അതിനിടയിൽ ആണ് ഈ സംഭവം നടന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഈ അപകടം പെട്ടില്ല എന്നുള്ളതാണ്. ജയന്ത് അവിടെ ഈ പ്രചരണ വാഹനത്തിൽ പ്രസംഗിച്ച് താഴേക്കിറങ്ങാൻ നോക്കുമ്പോൾ അദ്ദേഹം തെന്നി വീഴുകയായിരുന്നു. ജനറേറ്ററിലേക്ക് അടിച്ചു. അങ്ങനെ വാരിയല് പൊട്ടി. ഇപ്പോൾ ബേബി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. അല്പം മുൻപ് ഞാൻ ജയന്തുമായി സംസാരിച്ച സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ റിബിനാണ് പൊട്ടേറ്റിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഡോക്ടേഴ്സ് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. ഒരു പ്രചരണത്തിനിടയിൽ നമ്മൾ അറിയാതെ പോയ ഒരു അപകടമാണ് KPCC സെക്രട്ടറി ഈ K ജയന്തിനുണ്ടായ അപകടം. SKN ചോദിച്ച ആദ്യ കാര്യത്തിലേക്ക് വരുമ്പോൾ, വടക്കേ മലബാർ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂടും ചൂരും വാശിയേറിയ മണ്ണാണ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശവും അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലുമുള്ള ഉച്ചസ്ഥായിലേക്ക് എത്തിയിരുന്നു. ശബ്ദമാനമായ പ്രചരണം കൊട്ടിക്കലാശിക്കുമ്പോൾ കൂട്ടലും കിഴിക്കലുകളുമായി എല്ലാവരും അവരുടെ കണക്കുകൾ പങ്കുവയ്ക്കുകയാണ്. ആ കണക്കുകളിൽ മുന്നണികളെല്ലാം തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സർക്കാരിന് അനുകൂല തരംഗമാണെന്ന് ഇടതുമുന്നണി ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ഷെയർ കൂടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടും, അതുപോലെ വാർഡുകളുടെ എണ്ണം കൂട്ടുമെന്നാണ് ഇടതുമുന്നണിയുടെ ആ രീതിയിലുള്ള കണക്കൂട്ടുകൾ. എന്നാൽ അതേ സമയത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ പ്രതികരണം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകും എന്നുള്ളതാണ് UDF ക്യാമ്പ് കണക്കൂട്ടുന്നത്. ഇതിനിടയിൽ മോഡി തരംഗം കേരളത്തിലുമുണ്ട്. അതുപോലെ ശബരിമല വിവാദം തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ഷെയർ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണക്കൂട്ടുകയാണ് BJP. ഇങ്ങനെ കൂട്ടിക്കിഴക്കലുകളാണ് ശബ്ദമാന പ്രചരണം കൊട്ടിക്കലാശിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. അവസാന വട്ടം വോട്ടർമാരെ, ഇളകുന്ന വോട്ടുകളെ, ആടുന്ന വോട്ടുകളെ ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ഏതായാലും വലിയ പ്രചരണമാണ് വടക്കേ മലബാറിൽ നടന്നത്. റോഡിലല്ല വോട്ട്, വീട്ടിലാണ് വോട്ട് എന്ന പ്രചരണവുമായി ഒരു സമയത്ത് കൊട്ടിക്കലാശം നടക്കുമ്പോൾ മറുഭാഗത്ത് വീട് കയറുകയായിരുന്നു SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ഇനി കണ്ണൂരിലേക്കാണ്. മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, കണ്ണൂരിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? SKN പ്രത്യേകിച്ചും ഈ LDFും UDFും ഒപ്പം തന്നെ NDAയും അവരോട് ഡിവിഷൻ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിനായിരുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അല്ലെങ്കിൽ ഒരു 2-3 ഡിവിഷനുകളൊക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് കൊട്ടിക്കലാശം നടത്തുന്ന രീതിയിലാണ്. അല്ലാതെ കോർപ്പറേഷൻ്റേതായിട്ടൊരു വലിയ പരിപാടിയോ ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ടൊരു വലിയ പരിപാടിയോ ഒക്കെ ആ സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് വലിയൊരു റോഡ് ഷോയും മറ്റുമൊന്നും എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പൊതുവെ സമാധാനപരമായിട്ട് തന്നെയായിരുന്നു കണ്ണൂരിലുടനീളം ഈ കൊട്ടിക്കലാശം സമാപിച്ചത്. അതിൽ ഈ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഴയങ്ങാടിയിൽ ഒരു സംഘർഷത്തിന്റെ വിവരം പുറത്തു വരുന്നുണ്ട്. LDF UDF പ്രവർത്തകർ ഇവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മാടായി ഡിവിഷൻ UDF സ്ഥാനാർത്ഥിക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മുബാസ് CH എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം
ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക കൂടിയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ സമാധാനപരമായിട്ടായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. നേതാക്കളൊക്കെയും കൃത്യമായ നിർദ്ദേശം അണികൾക്ക് നൽകി അവരെയൊക്കെ കൃത്യം പോയിന്റുകളിൽ മാത്രം കൊട്ടിക്കലാശത്തിന് എത്തിച്ച് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. പക്ഷേ പ്രവർത്തകരുടെ വീര്യവും ഒപ്പം തന്നെ അവരുടെ ഒരു ആഘോഷവും ആനന്ദവും ഒന്നും കെട്ടുപോകാത്ത തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം കൂടിയാണ് നടന്നത്. ഇനി നാളെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളെ സന്ദർശിക്കുന്ന ദിവസങ്ങളാണ്. വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ദിവസമാണ്. ബൂത്തുകൾ സജ്ജീകരിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആ തരത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുക. ഏത് വശത്തേക്ക് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ തിരിയുമെന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് ചേർന്നത്. ഇനി മറ്റൊരു വാർത്ത കൂടി നമുക്ക് പറയാനുണ്ട്. വോട്ടെടുപ്പിനിടെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ BJP CPM പ്രവർത്തകർ ഏറ്റുമുട്ടി. CPM കള്ളവോട്ട് ചെയ്തെന്നായിരുന്നു BJPയുടെ ആരോപണം. എന്നാൽ BJP ആരോപണം ഉന്നയിച്ച 8 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർ പട്ടികയിലുണ്ടെന്ന് വ്യക്തമായി. കള്ളവോട്ടിനെ ചൊല്ലി രാവിലെ മുതൽ നിന്നിരുന്ന തർക്കമാണ് വൈകിട്ട് 3 മണിയോടെ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. വഞ്ചിയൂർ വാർഡിലെ 1ഉം 2ഉം ബൂത്തുകളിൽ കള്ളവോട്ട് ആരോപിച്ച് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റീപോളിംഗ് നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. കള്ളവോട്ട് തടഞ്ഞതിന് അഞ്ചിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ അല്ല കള്ളവോട്ട്. ഞാൻ ഇവിടെ ഏരിയ പ്രസിഡന്റാണ്, വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റാണ്. അത് ചോദിച്ചേനെ കാണിച്ചു തരാം. CPM ശ്രീകണ്ഠേശ്വരത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ വഞ്ചിയൂർ ഡിവിഷനിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും ആരോപിച്ചു. തലസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തിയെന്നും ആരോപണം. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് പ്രദേശത്തെ CPIM നേതൃത്വം. പരാജയഭീതി കൊണ്ടാണ് ആരോപണമെന്നും വിശദീകരണം. അവർ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലും ട്രാൻസ് തന്നെ ആകണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ മെയിലും ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ പോലും ആ വോട്ടർ പട്ടികയ്ക്കകത്തുണ്ട്. അപ്പോൾ അവർ ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അത് ആരോപിച്ചുകൊണ്ട് കള്ള വോട്ടാണെന്ന് പറയുന്നതിന് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതേസമയം 8 ട്രാൻസ്ജെൻഡേഴ്സിന് വഞ്ചിയൂർ ഡിവിഷനിലെ 2ാം ബൂത്തിൽ വോട്ടുണ്ടെന്നാണ് അവസാനഘട്ട വോട്ടർ പട്ടിക പ്രകാരം വ്യക്തമാകുന്നത്. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തിരുവനന്തപുരം പൊന്മുടിയിൽ വോട്ട് രേഖപ്പെടുത്താൻ പോയ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. രാഹുലും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മേഘന മുരളി, അപ്പോൾ ഈ കാട്ടാന ആക്രമിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. മേഘന, കുടുംബത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, പറയൂ. SKN കുടുംബത്തിന് പരിക്കുകളൊന്നുമില്ല. കാറിലുണ്ടായിരുന്ന 3 പേരും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോയതാണ്. നെടുമങ്ങാട് വിതുരയിലാണ് താമസം. അതിനുശേഷം പൊന്മുടിയിൽ തന്നെയാണ് വോട്ടർ പട്ടികയിൽ പേരുള്ളത്. അങ്ങനെ പൊന്മുടിയിലേക്കുള്ള യാത്രക്കിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ വോട്ടറായിട്ടുള്ള രാഹുലും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ, കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. VSS എക്സിക്യൂട്ടീവ് അംഗമാണ് രാഹുൽ. ഈ വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് പൊന്മുടിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി പോകുന്നത്. അതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ പറയുന്നത് ഈ 3ാം വളവിൽ വെച്ച് ഒരു ആക്രമണം ഉണ്ടായി എന്നതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ കുടുംബം പുറത്തിറങ്ങി മാറി നിന്നതിനാൽ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊന്മുടിയിൽ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൊന്മുടി 2ാം വളവിന് സമീപവും ഈ കാട്ടാനയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച സംഘത്തിന് നേരെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവർക്കും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി വയനാട്ടിൽ നടന്ന കുട്ടിക്കലാശിന്റെ ചിത്രങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, എങ്ങനെയായിരുന്നു? കളറായോ? കളറായോ എന്ന് ചോദിച്ചാൽ വൻ കളറായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം ആവേശഭരിതമായ കുട്ടിക്കലാശത്തിനാണ് ഈ വയനാടിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. വയനാട്ടിൽ ഞാനുണ്ടായിരുന്നത് കൽപ്പറ്റയിലാണ്. പക്ഷേ മറ്റിടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പ്രാദേശിക പ്രതിനിധികളെല്ലാവരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബത്തേരിയിൽ, അതോടൊപ്പം തന്നെ മാനന്തവാടിയിൽ, പനമരത്ത് ഉൾപ്പെടെ പിന്നെ മറ്റ് ഗ്രാമീണ മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയുള്ള കുട്ടിക്കലാശമാണ് അരങ്ങേറിയത്. പ്രധാനമായും LDFും UDFും ഒപ്പം തന്നെ NDAയും ഈ പരസ്യ പ്രചാരണത്തിന്റെ സമാപനം ആയി ബന്ധപ്പെട്ടുള്ള ആ ദിവസം വലിയ ആഘോഷകരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറ്റി. 1 മാസം നീണ്ടുനിന്ന വലിയ രീതിയിലുള്ള സംവാദങ്ങൾ, രാഷ്ട്രീയ ജനകീയ വിഷയങ്ങൾ, മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്.
UDF-നെ സംബന്ധിച്ചിടത്തോളം മേൽക്കൈയുള്ള ജില്ലയാണ് വയനാട് ജില്ല. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോലും അത്തരത്തിൽ UDF-ന് വലിയ മേൽക്കൈയുണ്ട്. തുടർന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം വലിയ മേൽക്കൈ ഉണ്ടാക്കിയതാണ് UDF. സ്വാഭാവികമായും പല നഗരസഭകളടക്കം ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDF-ന് മുന്നിലുള്ള ദൗത്യം. എത്രമാത്രം പ്രായോഗികമാകുമെന്നാണ് കണ്ടറിയേണ്ടത്. പ്രചാരണ രംഗത്ത് UDF പ്രധാനമായും ഉയർത്തിയത് ശബരിമല വിഷയം മുതൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ബ്രഹ്മഗിരി അടക്കമുള്ള വിഷയങ്ങളാണ് UDF ഉയർത്തിയത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം മുതൽ ഇവിടുത്തെ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടെവിടെ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് LDF-ന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നത്. BJP-യും സമാനമായ രീതിയിലുള്ള ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിൽ ഊന്നിയിരുന്നു. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇനി വിധിയെഴുത്താണ്. വിധിയെഴുത്തിന് കാത്തിരിക്കുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള വാശിയേറിയ പ്രചാരണ പ്രവർത്തനം ഒടുവിലാണ്. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിലെ വിവരങ്ങളുമായി ആൻമരിയ സണ്ണി കൂടി ചേരുന്നു. ആൻമരിയ, കളറായോ? എല്ലാവരോടും കളറായോ എന്ന് ചോദിച്ചാൽ വർണ്ണാഭമായ കൊട്ടിക്കലാശമായിരുന്നു മിക്ക ജില്ലകളിലും വടക്കൻ കേരളത്തിൽ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ കളറായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെയായിരുന്നു തൃശ്ശൂരിലെ കലാശക്കൊട്ട എന്ന് പറയുന്നത്. മൂന്ന് മുന്നണികളും ആ വീറും വാശിയും എല്ലാം പ്രകടമാക്കിക്കൊണ്ടായിരുന്നു കലാശക്കൊട്ടിന്റെ അവസാന ഘട്ടത്തിലും അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്കും കടന്നിരുന്നത്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഇടം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഒട്ടും കുറവില്ലാത്ത രീതിയിൽ പരസ്പരം ആ മത്സരവും വീറും എല്ലാം നമുക്ക് കലാശക്കൊട്ടിലും പ്രകടമായിരുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നിലവിൽ 6 സീറ്റുകളാണ് കോർപ്പറേഷൻ അവർക്കുള്ളത്. പക്ഷേ ഇത്തവണ അത് നിലനിർത്തുക എന്നുള്ളതല്ല അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP രംഗത്തേക്ക് ഇറക്കുന്നത്. മുന്നിൽ അവർ നിർത്തിയിരിക്കുന്നത് BJP-ക്ക് ഒരു അക്കൗണ്ട് തുറന്നുകൊടുത്ത സുരേഷ് ഗോപിയെ തന്നെയാണ് അവർ മുൻപിലേക്ക് നിർത്തിയിരിക്കുന്നതും. UDF-നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് UDF-ഉം രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രചരണം തുടങ്ങിയ സമയം മുതൽ തന്നെ LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്ന വികസന പോരായ്മകളും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നതും. അതുമാത്രമല്ല UDF-ന് ഇത്തവണ ഒരു വിമത സ്ഥാനാർത്ഥികളുടെ കുറവും അവർക്ക് ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഉറപ്പിലും അതോടൊപ്പം ഒരു ആശ്വാസത്തിലുമാണ് UDF മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. LDF അത് നിലനിർത്തുക, അവരുടെ സീറ്റുകൾ നിലനിർത്തുക എന്നതാണ് LDF-ന് മുൻപിലുള്ള ലക്ഷ്യം. അത് വികസന നേട്ടങ്ങളെല്ലാം ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു LDF രംഗത്തേക്ക് ഇറങ്ങിയത്. ആ പ്രചരണ കാലത്തെല്ലാം നമ്മൾ കണ്ടിരുന്ന വീറും വാശിയും എല്ലാം അത് ആ രീതിയിൽ തന്നെ കലാശക്കുട്ടിലേക്കും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. വലിയ തരത്തിലുള്ള ആവേശം അത് ഇനി ഈ വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് കാണാം. അവസാന അങ്കത്തട്ടിനും തയ്യാറെടുക്കുകയാണ് തൃശ്ശൂർ SK. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു 24 ഇന്റർനാഷണൽ നമ്മുടെ ഇംഗ്ലീഷ് വാർത്താ ചാനൽ അതിൻ്റെ കാര്യം എന്തായി? അത് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ 24 ഇന്റർനാഷണൽ അടിച്ചാൽ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അവിടെയൊക്കെ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടം പരസ്യ പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശമായിരുന്നു ഇന്ന് 7 ജില്ലകളിൽ. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ മറ്റന്നാൾ വിധിയെഴുത്താണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കൂടി തേടാം. എല്ലാ സ്ഥലത്തും വളരെ കാര്യമായ കളറായ വർണ്ണാഭമായ കുട്ടിക്കലാശമാണ് അരങ്ങേറിയത്. കാസർഗോഡ് തരുൺ പാറയ്ക്കലും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും പാലക്കാട് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാലും മലപ്പുറത്ത് നിന്ന് സമീർ ബിൻകരിയും കൂടി ചേരുകയാണ്. ആദ്യം കാസർഗോഡേക്ക് അരുൺ പാറയ്ക്കൽ, കാസർഗോഡ് കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളം നിറഞ്ഞ് കളിച്ചോ പാർട്ടികൾ? ഗുഡ് ഈവനിങ്. താരതമ്യേന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഇന്നിപ്പോൾ കാസർഗോഡ് വലിയ രീതിയിലുള്ള കുട്ടിക്കലാശമൊന്നും ഉണ്ടായില്ല. ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ്, ചില പോക്കറ്റുകളിൽ മാത്രമാണ് ഈ കുട്ടിക്കലാശം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് കുട്ടിക്കലാശത്തിന് അനുമതി കൊടുക്കില്ല എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹമുണ്ടായിരുന്നു. അതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളും വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. വാർഡ് തലങ്ങൾ കേന്ദ്രീകരിച്ചാണ് BJP-യും UDF-ഉം പ്രധാനമായും കൊട്ടിക്കലാശം നടത്തിയത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി പരിസരത്താണ് BJP-യും അതുപോലെ തന്നെ LDF-ഉം കൊട്ടിക്കലാശം നടത്തിയത്. ഒപ്പം നീലേശ്വരം നഗരസഭയ്ക്ക് മുൻപിൽ BJP-യും അതുപോലെ തന്നെ LDF-ഉം UDF-ഉം ഒരുപോലെ കൊട്ടിക്കലാശം നടത്തി. അവിടെ വലിയ രീതിയിലുള്ളൊരു ആരവം പ്രവർത്തകർക്കിടയിലുണ്ടായി. സംഘർഷമുണ്ടായത് തൃക്കരിപ്പൂരും പടന്ന ഭാഗങ്ങളിലാണ്. തൃക്കരിപ്പൂരിൽ LDF-ന്റെ LDF പ്രവർത്തകരുടെയും അതുപോലെ തന്നെ BJP പ്രവർത്തകരുടെയും പ്രചരണ വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞതാണ് ഒരു പ്രകോപനത്തിന് കാരണമായത്. അവിടെ ചെറിയ തോതിലുള്ള ഒരു സംഘർഷത്തിന് ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അത് പോലീസ് ഇടപെട്ടാണ് ആ രംഗം ശാന്തമാക്കിയത്. എന്തായാലും കൊട്ടിക്കലാശം നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. സ്കയൻ ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച 38 പഞ്ചായത്തുകളാണ്. 38 പഞ്ചായത്തുകളിൽ 19 പഞ്ചായത്തുകളാണ് നിലവിൽ LDF ഭരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താമെന്നൊരു പ്രതീക്ഷയിലാണ് BJP-യും അതുപോലെ തന്നെ UDF-ഉം ഉള്ളത്. ഒരു 20 പഞ്ചായത്തിലെങ്കിലും ഭരണം പിടിക്കാമെന്ന് UDF-ഉം 9 പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്ന് BJP-യും കണക്ക് കൂട്ടുന്നുണ്ട്. LDF ആവട്ടെ ജില്ലാ പഞ്ചായത്തിലെ ഭരണം ഇത്തവണയും നിലനിർത്തുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്.
എന്തായാലും ആവേശകരമായ പോരാട്ടമാണ്. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കാട് വിവരങ്ങൾ നൽകിയതിന് കോഴിക്കോട്ടേക്ക് സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സമീർ, കോഴിക്കോട് ജില്ലയിലെ എങ്ങനെയായിരുന്നു വോട്ടെടുപ്പ്? ഗുഡ് ഈവനിങ് SKN. കോഴിക്കോട് ജില്ലയിലെ കൊട്ടിക്കലാശം വളരെ വലിയ രീതിയിൽ തന്നെയായിരുന്നു, വലിയ ആവേശം നിറഞ്ഞ തന്നെയായിരുന്നു. പ്രധാനമായും നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ എത്തിയത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ഏറെ വാശിയോട് കൂടിയാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും അതുപോലെ തന്നെ BJPയും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ കഴിയുന്നത് പാളയത്താണ്. പാളയത്ത് വലിയ രീതിയിലായിരുന്നു ഇടതു മുന്നണിയും അതുപോലെ UDFും BJPയും ഒക്കെ മൂന്നിടങ്ങളിലായിക്കൊണ്ട് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ എത്തിയിരുന്നു. അതുപോലെ തന്നെ മീൻചന്തയിൽ നടന്ന പരിപാടിയിലാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പങ്കെടുത്തത്. അവിടെയും വലിയ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ആവേശം തന്നെയായിരുന്നു ഉണ്ടായത്. വലിയ ആവേശത്തോടു കൂടിയുള്ള ഈ പ്രചാരണത്തിനിടയിൽ തന്നെ ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. പ്രധാനമായും ഒഞ്ചിയത്താണ് ചില കയ്യാങ്കളികൾ ഉണ്ടായത്. അവിടെ RMP UDFും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അവിടെ ഇടത് അംഗങ്ങളുമായിട്ട് LDFിൻ്റെ അംഗങ്ങളുമായിക്കൊണ്ടായിരുന്നു UDF പ്രവർത്തകരും അതുപോലെ RMP പ്രവർത്തകരും തമ്മിൽ ചില കയ്യാങ്കളികൾ ഉണ്ടായത്. പിന്നീട് അത് നേതാക്കൾ ഇടപെട്ട് പരിഹരിച്ചു. അതേസമയം തന്നെ മറ്റൊരിടത്തുണ്ടായത് ബാലുശ്ശേരിയിലാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മുക്കത്തും അതുപോലെ മാവൂരിലും വെള്ളയിൽ ഭാഗത്തും ഇത്തരത്തിലുള്ള ചെറിയ ചില സംഘർഷങ്ങൾ ഉണ്ടായി. എന്നാൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് കൊട്ടിക്കലാശിന്റെ വാർത്തകളുമായി ചേർന്ന്. കോഴിക്കോട് വോട്ടെടുപ്പ് മറ്റന്നാളാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. പാലക്കാട് തരൂർ കുണ്ടുകാട് ജംഗ്ഷനിൽ കലാശക്കൊട്ടിനിടെ UDF പ്രവർത്തകന് പരിക്കേറ്റു. പ്രൈവറ്റ് ബസിന്റെ മുകളിൽ നിന്നും ഡൈവ് ചെയ്യുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. നമുക്ക് ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. എന്തായാലും ഇനി അടുത്ത കാലത്തൊന്നും ഡൈവ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. ഗൂഗിൾ K വേണുഗോപാൽ പാലക്കാട് നിന്ന് ശരിയാണ്. പറയൂ ഗൂഗിൾ. SKN തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം ബസ്സിന് മുകളിൽ നിന്ന് ഡൈവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തരൂർ തോണിപ്പാടം കുണ്ടുകാട് ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ ആവേശം അലതല്ലി അതിരുകളില്ലാത്ത രീതിയിലായിരുന്നു ആവേശവും അണികളുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബസ്സിന് മുകളിൽ നിന്ന് ചാടുകയും ചെറിയൊരു പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. മൂന്ന് മുന്നണികളും ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. തിരുവനന്തപുരവും തൃശ്ശൂരും കോഴിക്കോടും കാസർഗോഡും ഒക്കെ പോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് പാലക്കാട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് കലാശക്കൊട്ട് ദിവസവും അല്ലെങ്കിൽ കലാശപ്പൊട്ടിലും തങ്ങളുടേതായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കാനുള്ള പ്രകടനമായിരുന്നു മൂന്ന് മുന്നണികളുടെ ഭാഗത്തുണ്ടായിരുന്നത്. സുൽത്താൻപേട്ട ഭാഗം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു മൂന്ന് മുന്നണികളും ഈ കലാശക്കൊട്ടിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റു വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിൽ മണ്ണാക്കാട് തെങ്കര ആനമൂലിൽ LDFും UDFും തമ്മിൽ ചെറിയൊരു ഉന്തുതള്ളും ഉണ്ടായി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായിരുന്നു ജില്ലയിലെ കലാശക്കൊട്ട് പ്രകടനം എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആവേശോജ്ജലമായിട്ടുള്ള കൊട്ടിക്കലാശ പ്രകടനം തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. 109ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. എല്ലാ സ്ഥലത്തും പ്രാദേശികമായിട്ട് തന്നെ നടന്നു. അതോടൊപ്പം തന്നെ കൊട്ടിക്കലാശിന് ഒരു വാർത്ത കൂടി ഒരു ജില്ലയിൽ നിന്ന് വരാനുണ്ട്. മലപ്പുറത്ത് നിന്നാണ് സമീർ ബിൻ കരീം ചേരുന്നു. മലപ്പുറം ജില്ല പൊതുവെ എങ്ങനെയായിരുന്നു? കളറായോ വർണ്ണാഭമായോ? എന്താണ് സ്ഥിതി? പറയൂ. SKN കൊട്ടിക്കലാശം മലപ്പുറത്ത് കൂടുതൽ കളർഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. പ്രാദേശികമായിട്ടാണ് കാര്യമായിട്ടുള്ള കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിന് പോലീസും രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി വാർഡ് തലത്തിലായിരുന്നു നടന്നിരുന്നത് എന്നുള്ളതാണ്. അതിൽ ചിലയിടങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൂക്കൂട്ടൂർ പഞ്ചായത്തിലെ പള്ളിമുക്ക് വാർഡിലും ഒപ്പം തന്നെ ഊരകം പഞ്ചായത്തിൽ ഊരകത്തും LDF പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. അരീക്കോട് മുണ്ടമ്പ്രയിൽ LDF UDF സംഘർഷം ഉണ്ടായി. ഒപ്പം തന്നെ മഞ്ചേരിയിലും സംഘർഷം ഉണ്ടായി. ഇവ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജില്ലയിൽ മറ്റുള്ള പ്രശ്നങ്ങളും തന്നെ ഇല്ലാതെ കാര്യമായി തന്നെ പ്രശ്നങ്ങളില്ലാതെ വളരെ ഭംഗിയായി തന്നെ നടന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രചാരണമായിരുന്നു പാർട്ടികളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് UDFിന്റെ വെൽഫെയർ പാർട്ടി ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് എല്ലാ മുന്നണികളും അവകാശപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം co-powered by രമേഷ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.
ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇതുവരെ ദർശനം നടത്തിയത് 80,000-ലേറെ ആളുകൾ. തിരക്ക് വർദ്ധിച്ചാൽ ഇന്ന് ദർശന സമയം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പുല്ലുമേട് വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ടായി. ശബരിമല സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. പറയൂ സുജിത്. ഇന്നും ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് ദൃശ്യമായത്. ഇന്നലെ 1,00,000-ലധികം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. 1,10,979 പേർ ഇന്നലെ ദർശനം നടത്തിയിടത്ത് ഇന്ന് 8 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് 83,979 പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയം 11 മണി എന്നുള്ളത് 11:15 കൂടിയാണ് ആരംഭിച്ചത്. ഇന്നും ഈ രീതിയിൽ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ, തിരക്ക് തുടരുകയാണെങ്കിൽ 11:15 കൂടി തന്നെയാകും. 15 മിനിറ്റ് കൂടി ദീർഘിപ്പിക്കും. അതിനുശേഷമാകും ഹരിവരാസനം പാടി നടയടക്കുക. നാളെയും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓക്കെ, സുജി സുരേന്ദ്രനാണ് സന്നിധാനത്ത് നിന്ന് ചേർന്ന്. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.